ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇതാണ്. എൻ്റെ അടുത്ത് ഞാൻ ഈ നൈറ്റി ബിസിനസ് അല്ലെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി പേര് എന്നോട് ചോദിച്ച് എന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സല്ലേ, എല്ലാവരും ഈ നൈറ്റി ഇതും തന്നെയാണ് ചെയ്യുന്നത്, പിന്നെ നീ ചെയ്യുന്നപ്പം നിനക്ക് കച്ചവടം കിട്ടുമോ എന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നിങ്ങളുടെ അടുത്തും ആരെങ്കിലും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മോൾ ഒരു എൻ്റർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആരെങ്കിലും ചോദിക്കുമ്പോൾ ഭയങ്കര, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം സംശയമുണ്ട് ഇത് ഞാൻ ചെയ്താൽ ക്ലിക്കാവോ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ നോക്കുമ്പം എൻ്റെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എനിക്ക് ബെനഫിറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ, എനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ ബിസിനസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. പിന്നെ നമ്മൾ മാർക്കറ്റ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പുറത്തൊരു കടയിൽ പോവുകയാണ്, നമ്മളൊരു സിറ്റിയിൽ പോയിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ എത്ര തുണിക്കടയുണ്ടാവും. അപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം എല്ലാ തുണിക്കടയിലും ഇങ്ങനെ ഓരോ കട നോക്കിയാലും ഓരോ കടയിലും അതിൻ്റേതായ പ്രത്യേകത ഉണ്ടാവും അല്ലേ. ഒന്നെങ്കിൽ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല കളക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റീസണബിൾ പ്രൈസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു കടയിൽ പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴും. ഇപ്പം ഞാൻ എൻ്റെ മാക്സി ബിസിനസ് അല്ലെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, എൻ്റെ കസ്റ്റമേഴ്സിന് എനിക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ടെന്നാണ് ഞാൻ ആലോചിച്ചത്. അതേപോലെ തന്നെ നമ്മളിപ്പം ഓൺലൈൻ ബിസിനസ്സും ഒരു സിറ്റിയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ അടുത്ത് നമ്മളൊരു കടയിടുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിൽക്കാം, ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടും. അതേപോലെ ഒരു നാട്ടിൽ നമ്മളൊരു ഷോപ്പായിടുന്നെങ്കിൽ ആലോചിച്ച് നോക്ക്, ഒന്നെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള ഒരു എണ്ണപ്പെട്ട കസ്റ്റമേഴ്സ്, അവരും ഡെയിലി ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരോ അങ്ങനെങ്കിൽ ഓണം വിഷു അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിരിക്കും വന്ന് മേടിക്കാൻ സാധ്യത. അപ്പോൾ ഇതാണ് ഈ രണ്ട് ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. എത്ര പേരും ചെയ്തോട്ടെ, നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാത്ത ബിസിനസ്സുകൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു വലിയ എമൗണ്ടൊക്കെ മുടക്കി ചെയ്യാത്തപ്പം നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പേടിച്ച് പിൻവാങ്ങണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിൽ ഇരിക്കും എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറ്റിയത് ഇരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ ഓൺലൈൻ ബിസിനസ് ക്ലിക്ക് ആവണമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ ക്ലിക്കായേക്കാം ചിലവരുടെ, അതല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. കാരണം ഇത് നമ്മളുടെ ഓഡിയൻസിലേക്ക് എത്താനുള്ള സമയം വേണം. ആ സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ അതിന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ അടുത്തെന്ന് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ തന്നെ നിങ്ങൾ നോക്കിയാലറിയാം, ഇത് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ എടുത്തു വെച്ച കുറേ ക്ലിപ്പിങ്സുകളൊക്കെയാണ്. ഇവിടെ കണ്ടറിയാം, ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ ഈ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്, അമ്മ നാട്ടിലുമാണ്. എന്നിരുന്നാലും നാട്ടിലാണ് ഞാൻ ആദ്യം ഓഫ്ലൈനായിട്ട് ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്. അവിടെ നല്ല രീതിയിൽ എനിക്ക് കച്ചവടം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ എന്നാൽ ഓൺലൈനിലേക്കും കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഓൺലൈനിൽ തുടങ്ങുമ്പം നമുക്ക് വീഡിയോസുകൾ, ഫോട്ടോസുകൾ ഇതൊക്കെയാണ് നമുക്ക് നല്ലോണം വേണ്ടത്. അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും ശരിയായിരിക്കില്ല. നമ്മൾ വീട്ടിലിരുന്നൊക്കെയാണ് അമ്മ തയ്ക്കണത്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല. എങ്കിലും ഉള്ളത് വെച്ചിട്ട് ഞാൻ പതുക്കെ ഓൺലൈനിൽ ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല അല്ലെങ്കിൽ എല്ലാ സെറ്റപ്പും ശരിയാക്കിയിട്ട് ചെയ്യാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കണ്ട. പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേശ്ശെ നമുക്ക് മെച്ചപ്പെടുത്തി അതിനെ എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ തുടങ്ങാനേ പറ്റൂല. കാരണം ഓരോന്നും നോക്കുമ്പോഴും ഇപ്പം ആദ്യം ചിലപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും പൈസ മുടക്കേണ്ടി വരും, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ലൈറ്റ് സെറ്റപ്പ്, നല്ല ക്യാമറ വേണമെന്ന് തോന്നും. അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മുടക്കിയ പൈസയുടെ നഷ്ടം കൂടെ നമ്മൾ സഹിക്കണ്ടേ.
അതുകൊണ്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, കുറച്ചും കൂടെ അതായത് വലിയ സെറ്റപ്പിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അത് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെനിക്ക് എടുത്തു തന്നു. അതിന് കൊള്ളാവുന്ന തരത്തിലുള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തും പറക്കിയൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റിയുള്ള തുണി ക്ലോത്തിങ് ബിസിനസ് ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അറിയാമല്ലോ, വയസ്സായവരാണ്, അവർക്ക് വലിയ രീതിയിൽ ആംഗിളിൽ വെച്ച് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനൊന്നും അറിയില്ല. എന്നിരുന്നാലും എൻ്റെ അമ്മ അത്രത്തോളം എഫേർട്ട് എടുത്ത് ഡെയിലി വീഡിയോസോ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നല്ലതല്ല, എന്നിരുന്നാലും ഞാൻ പറ്റുന്ന രീതിക്ക് പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് കസ്റ്റമേഴ്സ് വന്നില്ല എന്നല്ല, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളും അയ്യോ ഇത് ശരിയായില്ല അത് ശരിയായില്ല അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ പിന്നോട്ടെടുക്കാതെ നിങ്ങൾ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഓരോ ഐഡിയകൾ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി വൃത്തിയാക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പല ഐഡിയാസും വരും. അതനുസരിച്ച് നിങ്ങൾ പതുക്കെ മാറ്റിയാൽ മതി, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട. പിന്നെ അതേപോലെ സെറ്റപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ തുടക്കത്തിലേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. അങ്ങനെ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്കും അങ്ങനെ വലിയ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ചെയ്യാൻ പറ്റുന്ന ആളൊന്നും അല്ല. എൻ്റെ ചുറ്റുപാടുകളിൽ വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ മടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന ഓർഡറുകളൊക്കെ നഷ്ടമാവുമായിരുന്നല്ലോ. എനിക്ക് അങ്ങനെ ഇട്ടിട്ടും എനിക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട്. കാരണം ഒരു വട്ടം മേടിച്ച ക്ലോത്ത് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കുക, നമ്മൾക്ക് പറ്റൂല, അയ്യോ എല്ലാം ശരിയായില്ല എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഓൺലൈനിൽ സക്സസ് ആയില്ലെങ്കിലും നിങ്ങൾ ഓഫ്ലൈൻ കൂടെ ഞാൻ പറഞ്ഞ പോലെ തൊട്ടടുത്ത ആൾക്കാർ മുഖാന്തരം ഫ്രണ്ട്സ് മുഖാന്തരം ഒക്കെ കൂടി കൊടുക്കാൻ നോക്കുക. അതാകുമ്പോൾ രണ്ടും കൂടെ നമുക്ക് കുറേശ്ശെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വലിയ ലാഭമൊന്നും തുടക്കത്തിൽ പ്രതീക്ഷിക്കരുത്. ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ കൂലി, ക്ലോത്തിൻ്റെ കൂലി, ഇതെല്ലാം നമ്മൾ കണക്കാക്കണം. പാഴ്സൽ അയക്കുന്നത്, ഇതെല്ലാം കൂടെ ഇതിനകത്ത് വരുന്നതാണ്. തുടങ്ങി നോക്കണം എന്ന് മനസ്സിൽ പിന്നെ ആഗ്രഹം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൽപ്പിച്ച് തുടങ്ങുക, ചെറിയ രീതിയിൽ തുടങ്ങുക. ഓക്കെ, അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വലിയ രീതിയിൽ തുടങ്ങണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് നമ്മൾ ആ ഒരു ആഗ്രഹം നടക്കാതെ നീണ്ടു പോയി അവസാനം ഒന്നും ചെയ്യേയില്ല. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സക്സസ് ആയി കയറി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങൾ, നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.